ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ, നമ്മുടെ CS എക്സാം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എക്സാമാണ് CS എക്സാം. കാരണം ഇതൊരു നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ ഇട്ടപ്പോഴാണെങ്കിൽ ഏറ്റവും മാറി നിൽക്കുന്ന ഒരു എക്സാമാണ് CS എക്സാം എന്ന് പറഞ്ഞാൽ. അതായത് ക്രിസ്മസിന് മുന്നെയാണ് മറ്റുള്ള എക്സാം എങ്കിൽ, ബയോളജി അടക്കമുള്ള എക്സാം എങ്കിൽ നമ്മുടെ CS എക്സാം വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവധിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്കൊരു വലിയൊരു ലക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞുള്ള നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ബിഗ് എക്സാം എന്ന് പറയാൻ ഒരിക്കലും സെക്കൻഡ് ടൈം എക്സാം അല്ല, ഫൈനൽ എക്സാം ആണ്. അപ്പൊ സെക്കൻഡ് ടൈം എക്സാം ചെറിയ എക്സാമിന്റെ കണക്കാക്കല്, സെക്കൻഡ് ടൈം എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പൊ സെക്കൻഡ് ടൈം എക്സാം വരെ നിങ്ങളുടെ ഈ ജനുവരി സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ക്രിസ്മസ് എക്സാമിന് ഇത്രയും ഡേയ്സ് നിങ്ങൾക്ക് നമ്മളെ പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻ അടക്കം സെക്കൻഡ് ടൈം എക്സാമിന് വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമിന്റെ പോർഷൻസ് പറഞ്ഞാൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, കോൺസെപ്റ്റ് ഓഫ് ഹൂപ്പ്, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്, വെബ് ടെക്നോളജി, വെബ് ഡിസൈൻ യൂസിങ് HTML, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, വെബ് ഹോസ്റ്റിംഗ്, DBMS, SQL. ദെൻ PHPയുടെ ഒരു ഹാഫ് പോർഷൻ വരെയാണെങ്കിൽ PHP ചോദിക്കാറുണ്ട് കേട്ടോ. ചിലപ്പം ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിക്കത്തില്ല കേട്ടോ. ഹാഫ് പോർഷൻ വരെയാണ് വരാറുള്ളത്. ഡേറ്റ ടൈപ്സ് വരാം. ഓക്കെ. അപ്പൊ അതായത് നമ്മുടെ ഏകദേശം എന്താ പറയാ, ഫൈനൽ എക്സാമിന്റെ 95% ആണ് വന്നിരിക്കുന്നത്. ഫൈനൽ എക്സാമിന്റെ 95% പോർഷൻസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് സെക്കൻഡ് ടൈം എക്സാമിന്. ഓക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ എയിം ഫൈനൽ എക്സാം തന്നെയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് പഠിക്കാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇത്രയും ഡേയ്സ് വളരെ ഫ്രീ ആയിട്ട്, മറ്റുള്ള ഒരു സബ്ജക്റ്റിന് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം മുതലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പൊ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആഫ്റ്റർ ക്രിസ്മസ് ഡേയ്സ്, അത് 25-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. ഓക്കെ. അതിന് മുന്നാടി പല കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിനി മാസങ്ങളുള്ള എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു മാസങ്ങൾ കൊണ്ട് നമുക്ക് ഇതുവരെ പഠിക്കാത്ത പല ചാപ്റ്റേഴ്സുകളുണ്ട്. ഫോർ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഈ പറഞ്ഞ CS ആയിക്കോട്ടെ, പിന്നെയാണെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ. അപ്പം ഇതുവരെ പഠിക്കാത്ത മക്കൾക്ക് ഒരു അവസരമാണ് എൻഡ് ഗെയിം ബാച്ച്, സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച്. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സുകൾ റിവേഴ്സ് ചെയ്യുന്നു. മാത്രമല്ല അതിന്റെ PYQ ഡിസ്കഷൻസ്, സ്ലൈഡ്സ്, നോട്ട്സുകളൊക്കെ അപ്പം തന്നെ അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. മോഡൽ എക്സാംസ്, ടോപ്പർ സീരീസ് മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല മോഡൽ എക്സാംസ്, പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോപ്പർ സീരീസ്, ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്യൂസ് ഒക്കെ നോക്കിയാൽ പറ്റുമായിരിക്കും. അതായത് ഒരിക്കലും ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസുകളല്ല എന്ത് വരുന്നത്, ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കോൺസെപ്റ്റിനെ ബേസിലുള്ള ഏറ്റവും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ എല്ലാ എക്സാംസിനും, CS അടക്കമുള്ള എല്ലാ പരീക്ഷയ്ക്കും വരാറുള്ളത്. കെമിസ്ട്രിയിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ടഫായിരുന്നു. കാരണം പക്ഷേ സൈലത്തിലെ കുട്ടികൾക്ക് ഒരിക്കലും സൈലത്തിന് എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്കും അഗ്നി ബാച്ചിലുള്ള മക്കൾക്കും ഒരിക്കലും ഒരു ടഫ്നെസ്സോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. കാരണം അവിടെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസുകളെല്ലാം അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടഫ്നെസ്സോ കാര്യങ്ങളോ അവിടെ വന്നിട്ടില്ല. അതുപോലെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്, മൈൻഡ് മാപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർമുല ഷീറ്റ് ഡെയിലി പ്രാക്ടീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോംബോ ബാച്ചാണ് നമ്മുടെ അഗ്നിയുടെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്ത മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ CS-ന്റെ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. അതായത് നമ്മുടെ ഈ ഫൈനൽ എക്സാമിന് നമ്മളെ പെൻഡിംഗ് ഉള്ള ചാപ്റ്റർ ആണ്, ഈ 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഫൈനൽ എക്സാമിന്. അതായത് സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾ അത്രയും ടൈം യൂസ് ചെയ്ത് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 2 ചാപ്റ്റർ ഇത് തിയറി ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. വലിയ സമയമൊന്നും വേണ്ടി വരുന്നില്ല. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ സെക്കൻഡ് ടൈം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോർഷൻസ് അങ്ങ് നിങ്ങൾ പഠിച്ച് മാറ്റി വെക്കുക. ഓക്കെ. അപ്പൊ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം തന്നെ നമ്മുടെ അഗ്നിയുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.